അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ഇന്നത്തെ അഖീദയുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ അതോ ബുദ്ധിമുട്ടായിരുന്നോ? നമ്മൾ അതിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, തുടക്കവും അവസാനവും ഇല്ലാത്തവൻ. ഇവിടെ 6 ചോദ്യമുണ്ട്, ഉത്തരം 5 ഉള്ളൂ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഫളത്ത് അല്ല 6 ഉണ്ട് അല്ലേ? അള്ളാഹു. അപ്പോൾ ഉത്തരം എന്താണ്? അള്ളാഹു അല്ലേ? തുടക്കവും അവസാനവും ഇല്ലാത്തവൻ ആരാണ്? അള്ളാഹു. അടുത്തത്, ഉണ്ടാവാൻ പാടില്ലാത്തത്. ഉണ്ടാവാൻ പാടില്ലാത്തതിന് എന്താ പറയാ? മുസ്തഹീല്. അടുത്തത്, തൗഹീദിന്റെ പ്രഖ്യാപിത വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്തത്, ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ഹഫളത്ത്. മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്ത് തബ്ലീഗ്. പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചത് സ്വാലിഹ് അലൈഹിസ്സലാം. വളരെ സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു അല്ലേ? അടുത്തത്, വേർതിരിക്കാം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ. വാജിബായതും മുസ്തഹീലായതും വേർതിരിക്കാനാണ്. ഒന്നാമത്തെ, മുമാസലത്തുലിൽ ഹവാദിസ്. അതെന്താണ്? അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്താണ്. അടുത്ത്, മുഖാലഫത്തുലിൽ ഹവാദിസ്. അതാണ് വാജിബായ സിഫത്ത്. അടുത്ത്, കൗനുഹു ഖാദിറ. കഴിവുള്ളവനാവുക. അത് വാജിബായ സിഫത്ത്. കൗനുഹു ജാഹില. അത് മുസ്തഹീലായ സിഫത്ത്. അടുത്തത്, പ്രപഞ്ചവും അതിലുള്ളതും ഡാഷ് ഒരു നാൾ നശിക്കും. എന്താ ഉത്തരം? സർവ വസ്തുക്കളും. എഴുതുന്നു നോക്കുക, സർവ വസ്തുക്കളും. വലിയ ബുദ്ധിമുട്ടില്ലാത്ത വാക്കാണ് അല്ലേ? അടുത്തത്, നബിചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവരാണ് ഡാഷ് എന്ന് പറയുന്നത്. അതിന്റെ ഉത്തരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതാ എവിടെ? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നബിചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഫുൾ എഴുതണം കേട്ടോ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അടുത്ത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആര്? നബിമാർ അല്ലേ? വളരെ സിമ്പിളായ ചോദ്യം. പ്രവാചകന്മാർ. ഇതാ പ്രവാചകന്മാർ എങ്ങനെ എഴുതാൻ നോക്കുക. പ്രവാചകന്മാർ. ജ എന്ന് പറയുമ്പോൾ ചാന്ന് എഴുതണ്ട കേട്ടോ. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. ബിദ്അത്തു വലാലത്ത് എന്നാൽ എന്ത്? ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്തു വലാലത്ത് രണ്ടും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ ബിദ്അത്തു വലാലത്ത്. അതാണ് അതിൻ്റെ ഉത്തരം ഫുള്ളായിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, മുഅ്ജിസത്ത് എന്ന് പറയുന്നു എന്തിനെ? മുഅ്ജിസത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? മുഅ്ജിസത്ത് എന്ന് പറയല് അതൊക്കെ നമ്മൾ പഠിച്ച ഇതാണ് അല്ലേ? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നു. പഠിച്ചു. അതാണ് എഴുതേണ്ടത്. അടുത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ അർത്ഥം. അതും വളരെ സിമ്പിളാണ്. അപ്പോൾ സിമ്പിളായ ചോദ്യം ആയതുകൊണ്ട് അക്ഷരത്തെറ്റൊന്നും വരാൻ പാടില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ അർത്ഥം? നേരത്തെ 2ാം ക്ലാസ് മുതലേ പഠിക്കുന്നതല്ലേ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും അതിൻ്റെ അർത്ഥം. ഇതാണ് അത് എഴുതേണ്ട. ആ ഉത്തരം എഴുതിയാൽ, റസൂലാണെന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത്, 2 വീതം എഴുതാം. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ അവസാന പാഠത്തിൽ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. 2 എഴുതിയാൽ മതി. ഉഖ്റവിയായ ഉലമാക്കൾ മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികം. ഇതിലേതെങ്കിലും 10 മുതൽ പൊതു മുതൽ സ്വന്തമാക്കുക. അങ്ങനെ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്ത, ബിദ്അത്ത് ഹസനത്തിന്റെ ഉദാഹരണം എന്ത്? ബിദ്അത്ത് ഹസനത്തിന് മദ്രസ ഉണ്ടാക്കൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളവിടെ ഉദാഹരണം പഠിച്ചിരുന്നു അല്ലേ? ഇതാ സ്വഹാബത്തിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം. തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത്, മദ്രസ ഉണ്ടാക്കുന്നത് തുടങ്ങിയ ബിദ്അത്ത് ഹസനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പം അത് പഠിക്കാം. അല്ല, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 എഴുതിയ മാർക്ക് കിട്ടും.
അടുത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായ മുഅ്ജിസത്തുകൾ. അത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നമ്മുടെ നബിക്കുണ്ടായ മുഅ്ജിസത്തുകൾ കുറേ ഉണ്ടല്ലോ. ഏറ്റവും പ്രധാനം എന്താ? വിശുദ്ധ ഖുർആൻ. ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അല്ലേ? മുഅ്ജിസത്തുകൾ പ്രധാനം അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചായിരിക്കും. പിന്നെ ഇസ്രാ മിറാജ്, മൃഗങ്ങൾ, മരങ്ങൾ, കല്ലുകൾ സംസാരിച്ചത്, ചന്ദ്രനെ പിളർത്തിയത്, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പ്രവഹിച്ചത്. ഇങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി. അടുത്ത അർത്ഥം എഴുതാൻ വഹദാനിയത്ത്. വഹദാനിയത്ത് പറഞ്ഞ അർത്ഥം ആർക്കറിയാത്ത എല്ലാവർക്കും അറിയാം, ഏകത്വം എന്നാണ് അല്ലേ? പക്ഷെ ഏകത്വം എന്ന് എഴുതുമ്പോഴുള്ള സ്പെല്ലിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അക്ഷരത്തെറ്റ് വന്നാൽ മാർക്കു. ഏകത്വ, ത്വ കണ്ടോ? ത്വ, ഏകത്വം. അടുത്തത് ഖിയാമും ബിൻ നഫ്സ്. എന്താ ഖിയാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ? സ്വയം നിലനിൽക്കുക. അവിടെയും നോക്കണം. സ്വയം കണ്ടോ? സ്വയം, സ്വയം നിലനിൽക്കുക. അടുത്തത് ഓപ്പോസിറ്റ് എഴുതാനാണ് അല്ലേ? 2 മാർക്കാണ് വിപരീതം എഴുതാൻ. കുദറത്തിന്റെ ഓപ്പോസിറ്റ്. കുദറത്തിന്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാം എന്താണ്? ആജിസ് ആണ് അല്ലേ? കുദറത്തിന്റെ ഓപ്പോസിറ്റ് ആജിസ്. പിന്നെ ഇവിടെ ആലിമിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചത്. നമ്മൾ ആലിം പറഞ്ഞ സിഫത്ത് പഠിച്ചിട്ടില്ല, കൗനുഹു ആലിം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൽമിന്റെ ഓപ്പോസിറ്റ് ജഹിലാണ്. അങ്ങനെ ഇൽമാണ് ചോദിച്ചെങ്കിൽ ജഹിൽ നെയ്താ. ഇവിടെ ആലിം എന്നാ ചോദിച്ചു. അപ്പൊ ആലിം എന്ന് ചോദിച്ചാൽ കൗനുഹു വിട്ടുപോയതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൗനുഹു ജാഹിലൻ നെയ്ത്. ഇതാണ് അതിന്റെ ഉത്തരം. കൗനുഹു ആലിമൻ, കൗനുഹു ജാഹിലൻ. ഇനി ജാഹിലൻ എഴുതിയാലും മാർക്ക് തരും, കാരണം ക്വസ്റ്റ്യനിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അടുത്തത് നബിമാരുടെ പേരുകൾ കൊണ്ട് പൂർത്തിയാക്കാനാണ്. എന്തൊക്കെയാണ്? പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുത്തിട്ടുണ്ട്, ആദം നബിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പാട്ട് വരുന്ന ചോദ്യമാണിത്. അപ്പോൾ പാട്ട് വരാതെ പാട്ടിലുള്ള നബിമാരെ ഇതാ ഏതായാലും പാട്ട് പഠിച്ചവർക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പാട്ട് എഴുതാൻ വന്നിട്ടില്ലെങ്കിലും ആ പാട്ടിൽ നബിമാരെ പേരാണല്ലോ അവിടെ ചോദിച്ചത്. അപ്പൊ അത് എഴുതിയാൽ മതി. എത്ര എഴുതണം? 1, 2, 3, 4, 5 എഴുതണം. ഒരു നബിന്റെ പേര് എഴുതിയാൽ 5 മാർക്ക്, അല്ല 1 മാർക്ക് അല്ലേ? പിന്നെ ആദം നബിന്റെ സ്വാലിഹിന്റെ നബിന്റെ പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്രീസ് നബി, ഒരു പാട്ട് ഈ വരി പഠിച്ചു തന്നെ ഇദ്രീസ് നബി കിട്ടും, നൂഹ് നബി കിട്ടും, ഹൂദ് നബി കിട്ടും, ഇബ്രാഹിം നബി കിട്ടും. 4 നബിന്റെ പേര് ഫസ്റ്റ് വരി പഠിച്ചാൽ തന്നെ കിട്ടും. ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബ് യൂസുഫ് അയ്യൂബ് ഇഹ്തദാ. അപ്പോൾ ഇതായിരുന്നു അഖീദ പരീക്ഷ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.